കുട്ടികളെ ഓട്ടമത്സരത്തിൻ്റെ പേര് വന്നവർ എത്ര പെട്ടെന്ന് ഗ്രൗണ്ടിൽ എത്തിച്ചേരണം. അവനുണ്ടോടെ ഈ മത്സരത്തിലെങ്കിൽ നീ ജയിക്കണം. കഴിഞ്ഞോടെ തോറ്റ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ഇതിൽ ഞാൻ തന്നെ ജയിക്കൂടാ. അവന് ഹാർട്ടിന് വേദന, ഉപദ്രവിക്കാനും ചെയ്യല്ലേ. എല്ലാവരും റെഡിയല്ലേ? റെഡി സെറ്റ് ഗോ. കൊല്ലം പറ്റുമോ മോനെ? വരുന്നേ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇന്നെടുത്ത സ്കാനിംഗ് റിപ്പോർട്ടില് ഭരത്തിന് ഇതുപോലെ രസം ഉള്ളതായിട്ട് പോലും കാണിക്കുന്നില്ല. ഇപ്പോ അവന് കുഴപ്പമൊന്നുമില്ലേ ഡോക്ടർ? ഹി ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഡോക്ടർ, മോനെ ആരാ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്? ഭരത്തിന്റെ കൂട്ടുകാരനാണെന്ന് തോന്നുന്നു. അവൻ പുറത്തിരിപ്പുണ്ട്. മോനെ നന്ദിയുണ്ട് അവനവിടെ കൊണ്ടുവന്നതിന്. മോൻ എവിടെ ഉള്ളതാ? മോനെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഭരത്തിന്റെ പേരൻസ് അല്ലേ? ഡിസ്ചാർജ് ആയി, ഡോക്ടർ വിളിക്കുന്നു. മോനെ ഞങ്ങൾ ഇതാ വരുന്നത്. വാ മോനെ, കേറി വാ. എടാ ബാ. അച്ഛ, ഇതെന്റെ കൂട്ടുകാരനാ. ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ. ഒരുമിച്ച് പഠിച്ചു തന്നു? അല്ല, ഒരുമിച്ച് പഠിച്ചതൊന്നും അല്ല. എവിടാ സ്ഥലം? കൊല്ലത്താണോ? അല്ല. ഓ, അപ്പൊ കേരളത്തിന് വെളിയിലാണോ? അല്ല. മോനപ്പോ പുറത്തുനിന്ന് വന്നേയല്ലേ? എവിടുന്നാ? ദുബായിൽ നിന്നാണോ? പുറത്തുനിന്നാ, പക്ഷേ ദുബായിൽ നിന്നല്ല. അല്ലി, പിന്നെ ഇതോടെ വല്ല അന്യഗ്രഹി ജീവല്ലോ ആണോ? ആ അതെ. അതെ അമ്മ, ഞാൻ കുറച്ച് ദിവസമായിട്ടേ നിങ്ങളോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. അമ്മ, ഇവൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ? ഇവിടെ നമ്മുടെ വീട്ടിൽ. നീ എന്തൊക്കെയാടേ പറയുന്നേ? അവ എവിടെ ഉണ്ടെങ്കിൽ ഞങ്ങള് കാണത്തില്ലേ? ഇല്ലമ്മ, ഇവനെ അങ്ങനെ ആർക്കും കാണാൻ പറ്റത്തില്ല. ഇവനൊരു ഏലിയനാ. ഒന്ന് പോടാ ഇവിടുന്ന്. അങ്കിൾ. യെസ്. എന്താ മോനെ? ഞാൻ ശരിക്കും ഏലിയനാണ് അങ്കിൾ. അമ്മേ, ഞാൻ പ്രേതമൊന്നും അല്ല അമ്മേ, ഏലിയനാ. എങ്ങനെ ഉണ്ട്? അമ്മ, അച്ഛാ. കണ്ടില്ലേ? എന്താ പറ്റിയടാ? ആ, അപ്പൊ അടുത്ത സെമിനാർ ഭരത്ത് ഒന്ന് കണ്ടക്ട് ചെയ്യും. ഡിയർ സ്റ്റുഡൻസ്,
ഞാനിന്ന് എടുക്കാൻ പോകുന്ന സെമിനാറിന്റെ വിഷയം ഞാൻ കാര്യം കാണിച്ചാൽ നോക്കിയോ. മലയാള സാഹിത്യത്തില് സാറേ അവന് വയ്യാത്തതാണ്. ചേ ഉണ്ടാടാ. കഥാകൃത്തുക്കളുണ്ട്. അതില് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പറ്റാത്ത സാറേ അവനിപ്പോ തലറങ്ങി വീഴുവേ. അതിലൊന്നാണ് എന്നാ മോൻ ഒരു കാര്യം ചെയ്യും, മോൻ പോയിരുന്നു. ഇനി അംശം ഒന്ന് സെമിനാർ ഇട്. ആ ഓക്കെ സാർ. മനുഷ്യരിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക സവിശേഷതയാണ് സംസ്കാരം. ജീവചരിത്രം അത് മാത്രമല്ലല്ലോ കാര്യം. ഇനി എന്തുവാണ്? എന്തു പറ്റിയടാ? എന്നാ ഒരു കാര്യം ചെയ്യാം, നാളെ സ്കൂളിൽ ഞാനും വരാം. എന്തിന്? ഏലിയൻ മോനെ, എന്താ അമ്മേ? 2 തേങ്ങ കിട്ടാടാ, ചമ്മന്തി അരയ്ക്കാനാ. ആ ദാ വരുന്നമ്മേ. എടാ നീ കാര്യമായിട്ട് പറഞ്ഞാണോ? നീ വരുമോ സ്കൂളിൽ? ഞാൻ വരുവാടാ. ഏലിയൻ മോനെ, 2 നല്ല തേങ്ങ കേട്ടോ. ആ അമ്മേ. ഞാൻ വിചാരിച്ചു നീ ഇന്ന് വരത്തില്ലെന്ന്. തലയിലൊരു ബക്കറ്റ് വെള്ളം വീണപ്പം പനി പിടിച്ചെന്നാ ഞാൻ വിചാരിച്ചേ. എന്തുവാടാ നിനക്കൊന്നും പറയാനില്ലേ? നീ എന്തുടാ എന്നെ അടിച്ച? ഞാനൊന്നും അല്ലടാ, സത്യമായിട്ട് ഞാനൊന്നും അല്ല. എടാ നീ ചിരിക്കല്ലടാ നീ. ഞാനൊന്നും അല്ലടാ അടിച്ചത്. ഇതെങ്ങനെ ഇത്? നിനക്ക് അറിയത്തില്ലേ? നിന്നെ എന്നെയാ നോക്കിയിട്ട്. എന്തോടാ ഒന്നുമില്ല സാറേ. ക്ലാസ്സിൽ കയറിട്ടാ. കലയും സംസ്കാരം തമ്മിലുള്ള ബന്ധം വിത്തും വൃക്ഷവും പോലെയാണ്. വിത്തിൽ നിന്നും വൃക്ഷം ഉണ്ടാവുന്നു. ആശയങ്ങൾ കൈമാറുന്നതിനും വിവരവിചാരങ്ങൾ പിന്നെ തുടങ്ങിയ ഭൂമിയുടെ വെളി പോടാ. എന്തോടാ കുഴപ്പം? എന്തോടാ ചിരിക്കുന്ന? എന്തോടാ നോക്കുന്ന? ആരുടെ ക്ലാസ്സിൽ പോടാ. ഏലിയൻ മോനെ, മഴ വരാൻ പോകുന്ന ആ തുണിയെല്ലാം പറക്കി അകത്തോട്ടിടെ. എലിമോനെ വാ, ഒരു ചായ കുടിച്ചിട്ട് വാ. വേണ്ടാവാ, രാവിലെ കുടിച്ചാ. ഏലിയ മോനെ, എന്തോ
വാ മോനെ, ഇതൊന്ന് അടുക്കള കൊണ്ടുവെക്ക്. അതെ, ഈ ഭരത്തിന്റെ വീട് എവിടാ? ഏത് പരുത്ത്? അതപ്പുറത്തെ ജംഗ്ഷനില്ല. ആ പയ്യന്റെ കൂടെ പുതിയ ആരെങ്കിലും വീട്ടിലേക്ക് വന്നതായിട്ട് അറിയാമോ? ഓ ഇല്ല, അറിയത്തില്ല. ആ ശരി. ഹായ്. ഹായ്. ആരാ? അതൊക്കെ പറയാം. നിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തുണ്ടായിരുന്നല്ലോ, അവ എവിടെ? എൻ്റെ കൂടെ ഒന്നും ആരുമില്ല. താൻ ആരാ? തന്നോട് എന്തിനു ഞാൻ ഇതൊക്കെ പറയണം? ഹലോ ബോസ്, ഈ നാട് മൊത്തം ഏലിയന്മാരാ. എടാ, അവനെ വിളിച്ചോണ്ട് കഴിക്കാൻ വാടാ. ഞാൻ ഇപ്പൊ ചോറ് വെള്ളം ഒഴിക്കും. ആ ശരി അമ്മ. എന്താടാ, എന്ത് പറ്റി? അല്ലടാ, ഇത്രയും ദിവസം നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് നീ ഇനി തിരിച്ചു പോയാ നിനക്കറിയോ, നിന്നെ നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാടാ. നീ ഇനി പോണ്ടറാ. അതിന് ഞാൻ പോകുന്നില്ലല്ലോ. പോന്നില്ലേ? ഇല്ല. അല്ല, അപ്പൊ നിനക്ക് നിന്റെ കൂട്ടുകാരെ വീട്ടുകാരെ ഒന്നും കാണണ്ടേ? അവരെയൊക്കെ നീ മിസ് ചെയ്യത്തില്ലേ? ഇല്ല, അവർക്കൊക്കെ ഞാൻ നേരത്തെ ഇവിടുന്ന് സിഗ്നൽ അയച്ചിട്ടുണ്ട്. അവരൊക്കെ ഉടനെ ഇങ്ങ് എത്തും. അയ്യോ, അപ്പൊ ഇനി ആൾക്കാർ വരുമോ?